ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ നാസ്തയെല്ലാം കഴിഞ്ഞ് മോനെയും കൂട്ടി ഒന്ന് ഇരിട്ടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മോനിക്ക് പനിയായതുകൊണ്ട് ഇരിട്ടിയിലുള്ള നിഖിൽ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോയത്. അപ്പം മോനെയും മോളെയും എല്ലാം ഞാൻ ചെറുതിലെ നിഖിൽ ഹോസ്പിറ്റലിൽ അന്നമ്മ ഡോക്ടർക്കാണ് ഞാൻ കാണിക്കൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറെല്ലാം കാണിച്ച് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറെല്ലാം റൈസ് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വറവിന് വേണ്ടി ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വലിയ ഉള്ളിയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ക്യാരറ്റ് വറുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിൽ വറുത്തെടുക്കുക. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചക്കക്കുരുവും വെള്ളരിയും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കാച്ചി ഒഴിക്കാൻ വേണ്ടി ഞാൻ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മൺചട്ടി നല്ലോണം കുറച്ച് ചൂടായി പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് 2 വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒരു ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരും വെള്ളരിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പെല്ലാം ഇട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മുളക് ഇറക്കി വെച്ച് ചെമ്മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്ക് 6K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ എത്താൻ സഹായിച്ചതിന്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.